പിണറായിയുടെ കണ്ണൂരിലെ വീട്ടിലെയും മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലെയും ഇ ഡി റെയ്ഡ് അവസാനിച്ചു. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ ജനക്കൂട്ടമാണ് ഈ വീടുകളുടെ എല്ലാം മുന്നിൽ വന്നു നിൽക്കുന്നത്. അതായത് അഴിമതി നടത്തിയ, പെരും കൊള്ള നടത്തിയ ഒരു ഫാമിലിയെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ ഇവർ ആയുധമാക്കുക. അല്ല, അതങ്ങനെയാണല്ലോ. നേരത്തെ ബിനീഷ് കൊടിയേരിയുടെ കാര്യം ഒന്നും പാർട്ടി ഇടപെട്ടില്ലല്ലോ. ഇല്ല, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. പാർട്ടി ഇടപെട്ടു. അന്ന് ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടന്നു. അതെ, ഇ ഡി റെയ്ഡ് നടന്നപ്പോൾ പിണറായി വിജയൻ അതിന് മറുപടി, പത്രങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എന്താണ്, ഇ ഡിയുടെ കയ്യിലുള്ള രേഖയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അതെന്തുകൊണ്ടാണ് നടത്തുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണമാണ്, അത് അതിന്റെ അനുസരിച്ച് ചെയ്യും എന്നുള്ള രീതിയിലാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അതേ പിണറായി വിജയന്റെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടന്നിരിക്കുന്നു. ഇങ്ങനെ പറയാത്തത് കേന്ദ്ര ഏജൻസി തന്നെയാണ് വന്നത്. കേന്ദ്ര ഏജൻസിയാണ് വന്നത്. ഇ ഡി റെയ്ഡാണ്. ശരി, എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? പിണറായി വിജയന്റെ വീട്ടിൽ എ ഡി റെയ്ഡ് നടക്കുന്നു, അവിടെ ഉള്ള സാധനമേ ഇടിക്കെടുക്കാം. അതേ, അടിസ്ഥാനപരമായി പേടത്തൊണ്ടനായതുകൊണ്ടാണ് ആളെ വിളിച്ചു വിട്ടത്. നമ്മൾ അങ്ങനെയാണല്ലോ എപ്പോഴും പേടിയുള്ളമാരനെ എല്ലാവരും വിളിച്ചു വിട്ട് വീട് ചുറ്റും നിൽക്കുന്നത്. ഈടെ റെയ്ഡ് വരാണെങ്കിൽ റെയ്ഡ് നടന്നിട്ട് പോയിക്കോട്ടെ, അവരെന്തെങ്കിലും കിട്ടണമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോട്ടെ എന്ന് ചിന്തിക്കാൻ മനസ്സ് പിണറായിക്കില്ല. അപ്പോൾ ഇത് എനിക്കൊന്നുണ്ട്, രാവിലെ ഉറക്കത്തിൽ നിന്നിട്ട് വന്നപ്പോഴേ പുള്ളിക്ക് ആകെ കിളിവേ കാണും. ഇതെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ വന്ന് പുള്ളി ചിന്തിച്ചാണ് എന്ത് പറയും അവരോടെന്നൊക്കെ ഉള്ള പ്രശ്നം വന്നു. ഉത്തരവിന്റെ കാര്യമില്ല. വി മുരളീധരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മടിയിൽ കനമില്ലാത്തവൻ വഴിയിൽ പേടി എന്തിന്? ആവശ്യമില്ലല്ലോ, മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ആൾക്കൂട്ടത്തിൽ വെച്ച് കാര്യമില്ല. അത് അദ്ദേഹം തന്നെ പറഞ്ഞാണ്, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഈ കണ്ണൂർ തന്നെ ഉടനെ ഒന്നും ആൾ വന്നില്ല കേട്ടോ, ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആളെത്തിയത്. കാരണം പലരും വീട്ടിൽ പോയി നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി വിളിച്ചോണ്ടെന്നായിരിക്കും, അല്ലാതെ പണിവെക്കാൻ പറഞ്ഞാണ്. പക്ഷേ ഭയങ്കര മണ്ടത്തരമാണ് സി പി എം കാണിക്കുന്നത്. ആന മണ്ടത്തരം എന്നേ പറയാൻ കഴിയൂ. ഒന്നാമത്, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സി പി എമ്മിനെതിരാണ്. സി പി എമ്മിനോട് മാത്രമേ എതിരുള്ളൂ. ഇടതുപക്ഷത്തിലെ വേറെ ഒരു കക്ഷികളോടും അവർക്ക് എതിർപ്പില്ല. സി പി എമ്മിലെ പിണറായി വിജയന്റെ എം വി ഗോവിന്ദന്റെയും കയ്യിലിരിപ്പ് കൊണ്ടാണ് സി പി ഐക്കാരും ആർ ജെ ഡിക്കാരും പിന്നെ ഐ എസ് ജെ ഡിക്കാരും കേരള കോൺഗ്രസും എല്ലാം തോറ്റ് തൊപ്പിയിട്ടത്, ഈ ഗ്രൂപ്പും ഒക്കെ തോറ്റ് തൊപ്പിയിട്ടത്. ഈ നാട്ടിൽ മുഴുവൻ ഏതാനും അന്തം കമ്മികൾ വിരലിലെണ്ണാവുന്ന ഒഴിച്ച് ബാക്കി മുഴുവൻ ആൾക്കാരും ഈ ഗവൺമെന്റിന്, ഈ മുൻ ഗവൺമെന്റിനെതിരാണ്, പിണറായി വിജയനെതിരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പിണറായി വിജയന്റെ വീട്ടിൽ നടക്കുന്ന റെയ്ഡ് അത് വെറുതെ അല്ല, കൃത്യമായ കാര്യമുണ്ട്. ഹൈക്കോടതി ഇടപെടലോട് കൂടിയാണ് അവിടെ നടക്കുന്നത്. ഇതേ പിണറായി വിജയൻ തന്നെയല്ലേ നമ്മളെല്ലാം വീടുകളിൽ റെയ്ഡ് ചെയ്യാനുള്ള പറഞ്ഞു വെച്ചത്. അതെ, നമ്മൾ കൊള്ള സംഘം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇയാളെ പോലെ പൈസ വെട്ടിച്ചിട്ടാണോ? അല്ലെങ്കിൽ മക്കളെ പേരിൽ ബിനാമി പൈസ സമ്പാദിച്ചതിനാണോ? ഒന്നുമല്ലല്ലോ, വാർത്തോളത്തിന്റെ പേരിലല്ലേ നമ്മളെല്ലാം വീടുകളിൽ കയറി അതിക്രമം കാണിച്ചത്. അത് 1.72 കോടി, അതായത് 1,72,00,000 രൂപ മാസപ്പടി വാങ്ങിയതിന് തെളിവുണ്ടായിട്ടാണ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ് ഈ ബോർഡിന്റെ റിപ്പോർട്ടിന് അടിസ്ഥാനമാക്കിയാണ് ഇ ഡി റെയ്ഡിന് പോയത്. ഇ ഡി റെയ്ഡിന് പോയപ്പം കോടതിയെ സമീപിച്ചത് കരിമണൽ കർത്തയാണ്, CMRLന്റെ MD ആയിട്ടുള്ള കരിമണൽ കർത്ത, അതുപോലെ അവിടുത്തെ ജീവനക്കാർ, അവരെല്ലാം കോടതിയിൽ പോയി. പക്ഷെ കോടതി എന്ത് വിധിക്കുന്നു? കോടതി വിധിക്കുന്നു ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല, അവരുടെ ഇ ഡിക്ക് ഈ കാര്യത്തിൽ ക്ലാരിറ്റി വേണം, അതുകൊണ്ട് ഇ ഡി റെയ്ഡ് നടക്കട്ടെ. അങ്ങനെ ഇ ഡി റെയ്ഡ് നടക്കുന്നു. അവിടെ പോയി സിന്ദാബാദ് വിളിച്ചിട്ടും ഇറങ്ങി വാടാ തൊരപ്പാന്ന് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അന്വേഷണമാണ് നടക്കുന്നത്. ഇത് റെയ്ഡ് ഇത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അന്വേഷണത്തിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? എന്നിട്ട് ഇവരുടെ പതിവ് പരിപാടിയിലേക്ക് ഇവർ നീങ്ങി, അക്രമത്തിന്റെ വഴി മാത്രമാണ് സി പി എമ്മിന് അറിയാവുന്നത്. അല്ലാതെ ഇത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ ഇത് തലയ്ക്കകത്ത് ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെ അന്തം കമ്മികൾ തിരുവനന്തപുരത്ത് ഇത്തരത്തെ ഇലക്ഷൻ തോറ്റ തുന്നമ്പാടി വീട്ടിയിരുന്നവരും നമ്മളെ നാട്ടുകാർ ഓടിച്ചുവിട്ട മേയർ കുട്ടി എല്ലാം ഓടിയെത്തി. കാരണം ഒരു അവസരമാണിത്. എല്ലാവർക്കും ഒരു അവസരം, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എല്ലാവരും ഓടിയെത്തി. അതായത് വിചാരിച്ച പോലെ നടന്നില്ല പരിപാടി. അതായത് ഈ നല്ല നാടൻ കേരള പോലീസിന്റെ അടി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. മറ്റവര് പ്രശ്നം ഉണ്ടായ അവർ വെടിവെട്ടിപ്പിക്കും. അത്രേ ഉള്ളൂ. അവർ റബ്ബർ ബുള്ളറ്റ് വെച്ചാണെങ്കിലും വെടിവെക്കും. നല്ല സൂപ്പർ അടി കിട്ടും, അതിന് യാതൊരു സംശയമില്ല. ഇപ്പൊ ഏതായാലും എന്നിട്ട് അങ്ങോട്ട് കല്ലും കട്ടയും വലിച്ചെറിയുക. അതിന് പിണറായിക്ക് പണിയായി. കാരണം ആരെങ്കിലും നാളെ ജോലിക്ക് വെച്ചോണ്ട് ഈ കൊട്ടാരം പോലത്തെ വീടിന്റെ മുറ്റം മുഴുവൻ ഇവരെറിഞ്ഞ ഈ ബെയറും ഉപ്പിയും അതുപോലെ കമ്പും തടിയും എല്ലാം ഉണ്ട് അവിടെ. CRPF കല്ല് ഇറക്കി എറിയാണ്. വിവരമുള്ള ഒരുത്തനും ഇല്ലടാ ഈ പാർട്ടിയിൽ എന്ന് മറ്റേ ഇങ്ങേര് ചോദിച്ച പോലെ, നമുക്കയുടെ കഥാപാത്രം ചോദിച്ച പോലെയാണ് ചോദിക്കുന്നത്. ഇത് എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു സർക്കാർ സംവിധാനം അവർക്ക് കിട്ടിയ തെളിവ് പ്രകാരം ഒരു വീട്ടിൽ പരിശോധന നടത്തുന്നു. അത് പിണറായി വിജയൻ ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ എൻ്റെ വീട്ടിലായിക്കോട്ടെ, നമ്മളതിനോട് സഹകരിക്കുക. നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. നിങ്ങൾ പിന്നെ ഇനി അഥവാ തെറ്റുണ്ടെങ്കിൽ എന്താ, ഒരു അന്വേഷണമല്ലേ? അത്ര കോടതിയുണ്ട്. ഈ നാട്ടിൽ വേറെ നിയമ സംവിധാനമുണ്ട്. ഇപ്പോഴും ഇത്രയും ഭയക്കേണ്ട അപ്രതീക്ഷിതമായിട്ട് വരേണ്ടതാണ്. അവിടെയാണ് പ്രശ്നം. ഈ അണികൾ ഞങ്ങളുടെ രാജാവിനെ ആരടാ തൊട്ടത്, പിണറായി രാജാവിനെ ആരടാ തൊട്ടത് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്.
എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ അത് വേറൊരു കാര്യമുണ്ട്, ഇവർക്ക് സമരം എവിടെ ചെയ്യണമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അതോ സെക്രട്ടേറിയറ്റിന് മുമ്പേ സമരം ചെയ്യണോ, അതോ ഈ ഇവിടെ വീടിന് മുന്നേ സമരം ചെയ്യണോ, രാജ്ഭവന് മുന്നേ സമരം ചെയ്യണോ എന്ന് ആർക്കും അറിഞ്ഞൂടാ. ഈ കല്ലും കട്ടയും മടക്കിയിട്ട് എന്നിട്ട് അവിടെ വയ്ക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭീഷണി എന്താണെന്നറിയോ, ഇറങ്ങി വാടാ കാണിച്ചു തരാമെന്ന്. ഉദ്യോഗസ്ഥർ എണ്ണത്തിൽ കുറവാണ്, പോലീസും എണ്ണത്തിൽ കുറവാണ്. അവരുടെ ED-യുടെ കേന്ദ്ര ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ CRPF ഇനി വേണമെങ്കിൽ അവിടുന്ന് വേണമെങ്കിൽ സൈന്യം പറഞ്ഞിറങ്ങും. പാങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിന് സൈന്യം ഇറങ്ങും. ഇറങ്ങി അടിക്കുന്ന അടി ചെറിയ അടിയായിരിക്കത്തില്ല, അതൊക്കെ തീവ്രവാദികളും ജമ്മു കാശ്മീരിലുള്ളവനും ഒക്കെ മേടിച്ചിട്ടുള്ള അടിയായിരിക്കും. ഇവിടുത്തെ കേരള പോലീസിന്റെ പേര് ലോട്ടിലോട് കടിയായിരിക്കില്ല, നല്ല സുന്ദരൻ അടിയായിരിക്കും. അടി വാങ്ങിച്ച് ഓരോന്ന് ചുരുളും. എന്തിനു വേണ്ടിയാണെന്നൂടെ ചിന്തിച്ചോണം. ഞാൻ അടി വാങ്ങിച്ചു, കേരള പോലീസിന് അടി വാങ്ങിച്ച് ചുരുണ്ട് 2 കയ്യിലും ഇങ്ങനെ വെച്ച് കെട്ടി നടക്കണ കുറെ വിദ്വാന്മാരുണ്ടല്ലോ. ഇവന്മാർ എങ്ങനെ മൂത്രം ഒഴിക്കുമെന്നൊക്കെയാണ് പ്രേക്ഷകർ അങ്ങനെയാണ് ഇവൻ എങ്ങനെ രാവിലെ പ്രാഥമിക കൃത്യം നിർവഹിച്ചിട്ട് കഴുകും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. വെറുതെ ഒരു പെരുങ്കള്ളനായ ഒരു അച്ഛനും പെരുങ്കള്ളിയായ ഒരു മകൾക്കും വേണ്ടി ആവശ്യമില്ലാതെ നമ്മുടെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനില്ലാത്ത കഥ എന്തിനാണ് മെനയുന്നത്? CPM BJP UDF കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടാണെന്ന് കരുതിക്കോളുക. ഇയാളെ ഇവിടുന്ന് താഴെ ഇറക്കിയില്ല, ഇനി എന്ത് കാര്യം? അത് ജനങ്ങളാണ് താഴെ ഇറക്കിയത്, അല്ലാതെ ജനങ്ങൾ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ താഴെ ഇറക്കിയോട്ടെ, ഇറങ്ങി വീട്ടിൽ പോയി കള്ളം പറഞ്ഞു. നിങ്ങളുടെ ഈ താത്വിക അവലോകനം ഒന്നും ഇപ്പോഴത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കണം. ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനത്തിന് കൃത്യമായിട്ട് അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നുള്ളത്, എന്താണ് പിണറായി വിജയൻ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്, എന്താണ് മുഹമ്മദ് റിയാസ് കാട്ടിക്കൂട്ടുന്നത്, എന്താണ് MV ഗോവിന്ദൻ കാട്ടിക്കൂട്ടുന്നത്. അതിനൊപ്പം അന്തം കമ്മിനായിട്ട് ഒരു ആൾക്കാരും പിണറായി വിജയനെ വിട്ടുപോകാൻ മടിച്ച് ആ ഗൺമാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ വിട്ടു പോകില്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ വിട്ട് മരിച്ചാലും ഞാൻ പോകില്ല. 25 വർഷം കൊണ്ട് സേവിക്കുകയാണല്ലോ, ആ സേവനം ഇനി നീട്ടാനുള്ള പരിപാടിയാണ്. അല്ല, ജീവൻ കൊടുത്ത് ഞങ്ങളെ സഖാവിനെ സംരക്ഷിക്കുക. കാരണം ഇവന്റെ ജീവൻ പോയാലും സഖാവ് ജീവിച്ചിരിക്കണം. എന്തിനാ കൂടുതൽ കട്ടുപിടിക്കാനായിട്ട്? കാരണം എൻ്റെ ജീവൻ പോയാലും ഞാൻ സഖാവിനെ സംരക്ഷിക്കും. എന്തിന്? സഖാവിന് കട്ടുപിടിക്കാൻ. നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ പോയി കിട്ടും, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. പണി പോയി കിട്ടും. അതെ, കാണിച്ച വൃത്തിയായിട്ടിന്. പിന്നെ പണി പോയാലും കുഴപ്പമില്ല, ഇവരാരെങ്കിലും മക്കളെ വിദേശത്തുള്ള കമ്പനി ജോലി കൊടുക്കുമായിരിക്കും. അങ്ങ് പോയാൽ അതിന് പാസ്പോർട്ട് കേസിൽ പറഞ്ഞ് ശിക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാസ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കമ്പനി അവർ പറഞ്ഞതെങ്കിലും പ്രവാസി വ്യവസായികളുടെ കമ്പനി ജോലി വെച്ച് കൊടുക്കുമായിരിക്കും. ഈ പിണറായി സെക്യൂരിറ്റി ഗാർഡായിട്ട് ചെയ്യാം. പിണറായി 3 ലോഡിംഗ് എന്നായിരുന്നു ഇവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. ഇപ്പം നമ്മൾ അതിന് പറയുന്നത് പിണറായി 3 അൺലോഡിങ് എന്നാണ്. അത് കാരണം ഈ ലോഡ് ചെയ്ത സാധനം മേളി വരെ പോയിട്ട് നമ്മൾ വിട്ട് റോക്കറ്റ് താഴോട്ട് തിരിച്ച് അറബിക്കടലിൽ പതിക്കുന്ന പോലെ അങ്ങോട്ട് റോക്കറ്റ് വിട്ടതാ. റോക്കറ്റ് വെച്ച് പകുതി വഴി എന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ അടിച്ച് എടുത്ത് താഴോട്ടിട്ടു. ഇപ്പം ദാണ്ട കുണ്ടി കുത്തി വന്ന് വീണ് കിടപ്പുണ്ട്. കണ്ണൂരിൽ എല്ലാവർക്കും പഴവും വെള്ളവും കുപ്പിവെള്ളവും ഒക്കെയാണ് വിതരണം ചെയ്തവർക്ക് എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിക്കാൻ നേരെ എല്ലാവരും അങ്ങ് പോയി. അല്ല, ഇതിനകത്ത് അവർ ആദ്യം ചിന്തിക്കണം. എല്ലാവരും ഈ ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റ് ഇടുന്നവരും അല്ലാതെ ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും ചിന്തിക്കുക, എന്തിനാണ് പിണറായി വിജയനെ വേട്ടയാടിയിട്ട് ഇവർ എന്ത് കിട്ടാനാണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് അയാളുടെ മകൾ ഇല്ലാത്ത ഒരു കമ്പനി, തട്ടിക്കൂട്ട് കമ്പനിയുടെ പേരിൽ 1.72 കോടി രൂപ വാങ്ങിയിട്ടുണ്ടോ? അതൊരു ചോദ്യം. മാസപ്പടിക്ക് GST ഏർപ്പെടുത്തിയ വാങ്ങിയതിന് പിടിക്കപ്പെട്ടപ്പോൾ അതെ, മാസപ്പടി വാങ്ങിയത് പിടിക്കപ്പെട്ടപ്പോൾ അതിന്റെ GST അടച്ച് ഞങ്ങൾ ആ രീതിയിലുള്ള ഒരു ന്യായീകരണ കുറിപ്പിറക്കി. ഇയാൾക്കെതിരെ, അതായത് ഇവർക്കെതിരെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയ മാത്യു കുഴൽനാടനെയും ഷോൺ ജോർജിനെയും ഇവർ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. മാത്യു കുഴൽനാടനെ അതിനകത്ത് കുടുക്കി, വിജിലൻസിനെ ഉപയോഗിച്ച് മാത്യു കുഴൽനാടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അയാളുടെ അയാൾ കയ്യേറ്റക്കാരനാണെന്ന് വരുത്താൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇവർ പറഞ്ഞതാണ് ശരി. ഇതിനകത്ത് മനോരമയിൽ വിശദമായിട്ട് അന്ന് ന്യൂസ് വന്നതാണ് ഈ വിഷയം. ഇതിന്റെ എൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലടക്കം. എൻട്രം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അന്വേഷിച്ചേ പറ്റൂ. ഈ ED എന്ന് പറയുന്നതും ഇന്റർ സെറ്റിൽമെന്റ് ബോർഡെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പാർലമെന്റ് അംഗീകരിച്ച സ്ഥാപനങ്ങളാണെന്ന് ആദ്യം മനസ്സിലാക്കുക. പാർലമെന്റിന്റെ നിയമം അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. അവർക്ക് രാജ്യത്ത് എന്തും ചെയ്യാനുള്ള റെയ്ഡ് നടത്താനുള്ള അവകാശമുണ്ട്. ഭരണഘടന ഞങ്ങൾക്ക് എന്താണ് മറ്റേ പഴയ ഒരു മന്ത്രി പറഞ്ഞത്, കൊന്തം കുറച്ചാണെന്ന് കരുതിയിരിക്കണം. നിങ്ങളെ പോലുള്ള ആൾ മാത്രമേ ഇങ്ങനെ മറിച്ച് ചിന്തിക്കുള്ളൂ. ഈ നാട്ടിൽ വേറെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവരെല്ലാം അധികാരങ്ങൾ എന്താണെന്നുള്ളത്. അല്ല, ഇത് പിന്നെ മറ്റൊന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കി, ഇത് വീണയ്ക്കെതിരെയാണ്, വീണ തൈക്കണ്ടിക്കെതിരെയാണ്, പിണറായി വിജയനെതിരെയല്ല. പിന്നെ അങ്ങനെ ഇതിനകത്ത് പാർട്ടി വരും? വീണ തായ്ക്കണ്ടി. ഇപ്പം നിങ്ങൾ അമ്പലത്തിൽ പിണറായി വിജയന്റെ മകൻ പോയി, ഗുരുവായൂർ അമ്പലത്തിൽ. അയാൾ സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ്. അയാൾക്ക് അമ്പലത്തിൽ പോയിക്കൂടെ മോളും ഭാര്യ അമ്പലത്തിൽ പോയി, അതും സ്വതന്ത്രമായ വ്യക്തികളായ. അതെ, അപ്പൊ അങ്ങനെ ചോദിക്കുക നിങ്ങൾ, വീണ എന്ന് പറയുന്ന സ്വതന്ത്ര വ്യക്തിക്കെതിരെ ഒരു കേസ് വരുമ്പോൾ പിണറായി വിജയനെ ദ്രോഹിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പിണറായി വിജയന്റെ മകൻ ക്ഷേത്രത്തിൽ പോയി വിവാദമാക്കണോ? ഒരാൾ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു അത് വിവാദമാക്കണ്ട. ആരാണ് അത് വിവാദമാക്കിയത്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിണറായി വിജയന്റെ മകൻ പോയപ്പം
അവിടെ നിന്ന് മാധ്യമപ്രവർത്തകൻ ഒരു പടം എടുത്തു. കാരണം എന്താ, ഇതൊരു VVIPയുടെ മകനാണ് വരുന്നത്, അയാളെടുത്തു. ഇത് അവൻ്റെ പത്രത്തിൽ കൊടുക്കണോ വേണ്ടതെന്ന് അവൻ്റെ എഡിറ്റർ തീരുമാനിക്കും, അത്രേ ഉള്ളൂ, അല്ലെ അവൻ്റെ ബ്യൂറോ ചീഫ് തീരുമാനിക്കും. അങ്ങനെ ഒരു തീരുമാനം പോലും ഇല്ലാതിരുന്നപ്പോൾ എന്തിനാണ് ആ പടം എടുത്തവനെ പിടിച്ച് തല്ലാൻ പോയി? അല്ല അതാണ് എല്ലാത്തിനും, അപ്പോഴാണോ ഇത് വിവാദമായത്? എല്ലാ കാര്യത്തിലും ഈ ഒരു മറയുണ്ടല്ലോ, ഈ മറയാണ് ഇവരെ ഏറ്റവും വലിയ പ്രശ്നം. മറയില്ലാതെ അപ്പൊ എന്തോ അവർക്ക് അപ്പൊ ഈ യുവാവ് ക്ഷേത്രത്തിന് വന്നത്, ദർശനത്തിന് വന്നത് മറ്റൊരാൾ അറിയുന്നതിൽ അവർക്കൊരു നാണക്കേടുണ്ട്. പിണറായി വിജയന്റെ മകൻ ക്ഷേത്ര ദർശനത്തിന് വന്നു, അത് വേറൊരാൾ ഫോട്ടോ എടുത്തത് നാണക്കേട്, ഞങ്ങൾക്ക് നാണക്കേടാ. എന്തിനു ക്ഷേത്ര ദർശനം? ഏതായാലും മകളും ഭാര്യയും കൂടെ തമിഴ്നാട്ടിൽ അമ്പലത്തിൽ പോയി പൂജയൊക്കെ നടത്തി ഇറങ്ങി വന്നപ്പോൾ അടുത്ത ഓടാലി സംഭവിച്ചത്. എന്തായാലും പിണറായി ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ടിപ്പറെ കൊണ്ടുവന്നുള്ള അൺലോഡിംഗ് ആണ് ഇപ്പോഴത്തെ പിണറായി 3 അൺലോഡിംഗ്. മറ്റേതൊക്കെ നമ്മൾ പണ്ട് മാനുവലി ആയിരുന്നു അൺലോഡിംഗ്. തിരുവനന്തപുരത്ത് പിണറായിയുടെ വാടക വീട് കൊട്ടാരത്തിന് മുന്നിൽ നടന്ന ആ അതിഹാസിക പ്രക്ഷോഭം, അതിന് അവസാനം പിണറായി എന്നെ പറഞ്ഞു നിർത്തി പൊയ്ക്കോളാം, കാരണം അയാൾ വേണം ഇത് വൃത്തിയാക്കാൻ. പിന്നല്ല കട്ടം പറക്കിയിരുന്നു, അവിടുന്ന് റബ്ബർ ബുള്ളറ്റ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഓടുന്ന വഴി വീടിന് ചുറ്റും മറ്റേ അന്ന് സെക്രട്ടറിന്റെ മുന്നിൽ ചെയ്ത പരിപാടിയിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ 2 കിലോപ്പോഴോ അതിന് തൊട്ടപ്പുറത്ത് ഹോസ്പിറ്റലാണുള്ളത്. എന്താണെങ്കിലും ഈ അന്തം കമ്മികളായിട്ടുള്ള സഖാക്കന്മാരോട് ഞങ്ങൾക്ക് കൊന്നേ പറയുള്ളൂ, നിങ്ങൾ ഇതിനാദ്യം നിങ്ങളുടെ നേതാവിനോട് ചോദിക്കുക, നിങ്ങളുടെ മകൾക്കെതിരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, ഇത് സത്യമാണോ? ഇത് എന്ത് കാരണം കൊണ്ട് നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കണം? പിണറായി വിജയൻ എന്ന വ്യക്തിയെ എന്ത് കാരണം കൊണ്ട്? പിണറായി വിജയൻ ഇല്ലാതായാൽ ഉടൻ ഈ നാട്ടിൽ മതേതരത്വം തകരുമോ? CPM എന്ന് പറയുന്ന പ്രസ്ഥാനം തകരും. അപ്പോൾ പ്രസ്ഥാനം എന്നാൽ പിണറായി ആണോ? ഇങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പിണറായി ആണോ? നിയമ നടപടി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാമല്ലോ, കോടതിയിൽ പോകാം. അങ്ങനെ ചുമ്മാ ഒരാളെ ഇപ്പം നിങ്ങൾ പിടിച്ചിടും പലരെയും അകത്ത്, ഒരു കാര്യവും ഇല്ലാതെ. നിങ്ങളില്ലാത്ത കള്ളക്കേസെല്ലാം ഉണ്ടാക്കി പലരെയും നിങ്ങൾ പിടിച്ചിടാൻ ശ്രമിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടിട്ടുണ്ട്. നിങ്ങളുടെ വലയിൽ വീഴായിരുന്ന ഒറ്റ ആളുകളും അത് ഷാജൻ സ്കറിയയാണ്. അദ്ദേഹം അത് കൃത്യമായിട്ടുള്ള നിയമ നടപടികളിലൂടെ അദ്ദേഹം രക്ഷപ്പെട്ട് പുറത്തു വന്നു. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം കൊണ്ട് ചിന്തിക്കുക. ഈ അണികളോട് ഒന്നുകൂടി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള അണികളോട് ഒന്നുകൂടി പറയാനുള്ളത്, നിങ്ങൾ ഈ വെടിയുണ്ട ഏറ്റുവാങ്ങാൻ പോകുന്നതിന് മുമ്പ് ചിന്തിക്കണം, നിങ്ങൾ ചത്തുപോയാൽ നിങ്ങൾ ചത്തു, നിങ്ങളുടെ വീട്ടുകാർക്ക് പോയി. പിണറായി വിജയന്റെ മോഷണം തുടരുക, അല്ലെങ്കിൽ അയാളുടെ ഈ ക്രമക്കേടുകൾ തുടരും എന്നുള്ളതല്ലാതെ. ഇന്നലെ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായ ചിത്രം ഉണ്ടായിരുന്നു. മന്ത്രിയപ്പോൾ ഈ മെഞ്ഞാന്നത്തെ പരാക്രമത്തിന് പരുക്ക് പറ്റിയ SFI പ്രവർത്തകരെ ആശ്വസിപ്പിക്കും, രണ്ട് കയ്യിലും കെട്ടിത്തൂക്കിയവരെ ആശ്ലേഷിക്കുന്നുണ്ട്. അപ്പോൾ താഴെ കമന്റ് അദ്ദേഹത്തിൻ്റെ മോൻ പഠിച്ച എവിടെയാണെന്നുള്ളത്, പഠിച്ച CBSE സ്കൂളിൽ, കോളേജെല്ലാം സിംഗപ്പൂരിലെ കോളേജിൽ പഠിക്കുന്നു, എല്ലാം വിദേശത്താണ്. ഇവരെ മക്കളെ ലിസ്റ്റ്, ഇവരെ മക്കൾ പഠിച്ച കോളേജിന്റെ സ്കൂളിന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഞെട്ടിപ്പോവും. പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ പിള്ളേരെ കൊണ്ടുവന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവർ കൈയും കാലം തല്ലി ഓടിച്ച് അവർക്ക് അച്ഛനും അമ്മയ്ക്കും ആളില്ലാതായി പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും നേരം വെളുക്കാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടെയാണ് നിങ്ങളുടെ കള്ളത്തരം മുഴുവൻ പൊളിയാൻ തുടങ്ങിയിരിക്കുന്നത്. ക്യാമറയും സാമൂഹ്യ മാധ്യമങ്ങളും വന്നതോടെയാണ് CPMന്റെ നുണക്കഥകളും കള്ളത്തരങ്ങളും പൊളിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ED റെയ്ഡ് എന്നത് നിയമപരമാണ്. അതിനെതിരെ വെറുതെ പോയി അവിടെ ഇരിക്കുന്ന അല്ല CRPFകാരൻ്റെ അടി വാങ്ങി സഖാവ് പുഷ്പനെ അറിയാവോ എന്ന പോലെ വീട്ടിൽ തളർന്ന് കിടക്കാതിരിക്കാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക.